إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനരായ സഹോദരി സഹോദരന്മാരും, അല്ലാഹു നമുക്ക് ഈ ലോകത്ത് നിശ്ചയിച്ചിരിക്കുന്ന ജീവിതവും നമുക്ക് നൽകിയിരിക്കുന്ന മറ്റ് സൗകര്യങ്ങളുമൊക്കെ അവന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് അതിൻ്റെ നന്ദിയുടെ ഭാഗമായി നല്ലത് മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. ആ നിയ്യത്ത് എപ്പോഴും മനസ്സിൽ പുതുക്കി സൂക്ഷിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൽ നിന്നും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ഖുർആനിൽ നിന്നും എന്തുകൊണ്ട് മനുഷ്യൻ തെറ്റിപ്പോകുന്നു എന്ന ഒരു കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞത്. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗ, മനുഷ്യൻ ധിക്കാരിയായിരിക്കുന്നു എന്ന ഖുർആനിലെ പരാമർശം വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചത്. ധിക്കാരം യഥാർത്ഥത്തിൽ ഗുരുതരമായി ബാധിക്കുന്നത് നമ്മുടെ ചിന്തയും നമ്മുടെ ഈമാനും വഴിപിഴച്ച് വേണ്ടാത്ത വഴികളിലേക്ക് പോകുമ്പോഴാണ്. അവിടെയാണ് ഖുർആൻ ഒന്നുകൂടി നമ്മുടെ ബുദ്ധിയെയും ചിന്തയെയും കൂടുതൽ പഠിക്കുവാൻ വേണ്ടി പിടിച്ചു നിർത്തുന്നത്. എങ്ങനെയായിരിക്കണം ഒരു മുസ്ലിം ചിന്തിക്കേണ്ടത്? അള്ളാഹുവിനെ പറ്റി, ഖുർആനെ പറ്റി, റസൂലുള്ളയെ പറ്റി സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാണുന്നതും കേൾക്കുന്നതുമെല്ലാം സംശയത്തിൻ്റെ പട്ടികയിലേക്കാണ് ഉൾപ്പെടുന്നത്. എവിടെയാണ് ഈ പറഞ്ഞ തുകയാൻ ഫിക്രി, ചിന്താപരമായ ധാർഷ്ട്യവും അഹങ്കാരവും? അതിന് ഖുർആൻ പറയുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, എനിക്ക് എല്ലാം അറിയാം എന്ന മനുഷ്യൻ്റെ അഹങ്കാരം. അവിടെയാണ് അള്ളാഹു ആദ്യമായിട്ട് കൈവെക്കുന്നത്. അതിന് മറുപടി കൊടുക്കുന്നത്, നീ എത്ര ഉന്നതനാണെങ്കിലും എത്ര വലിയ ശാസ്ത്രജ്ഞനാണെങ്കിലും മനുഷ്യൻ തീർത്തും നിസ്സഹായനാണ്, ഒന്നും അറിയാത്തവനാണ് എന്ന മറുപടിയാണ് ഖുർആൻ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഈ നിസ്സഹായത, ദൗർബല്യങ്ങൾ ബോധ്യപ്പെടുകയാണെങ്കിൽ അവനിൽ അഹങ്കാരം ഉണ്ടാവുകയില്ല. മറുഭാഗത്ത് വിശ്വാസത്തിലേക്ക്, ഈമാനിലേക്ക് അവൻ അടുക്കുകയും ചെയ്യും. ഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യനെ പറ്റി ഖുർആൻ നൽകുന്ന ഒരു വിലയിരുത്തലാണ്. മനുഷ്യരൊക്കെ ദുർബലരായിട്ടാണ്, കഴിവുകേടോടുകൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തെല്ലാം മെറിറ്റുകളും കഴിവുകളും ഉണ്ടെങ്കിലും മറുഭാഗത്ത് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ കഴിവ് കെട്ടവരാണ്. നമ്മുടെ ശരീരത്തെ പോലും നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുകയില്ല.
ഒരു മിനിറ്റിൽ 70-72 പ്രാവശ്യം മിടിക്കുന്ന ഹൃദയം നമുക്കുണ്ട്. ആ മിടിപ്പ് നാം ഉണ്ടാക്കുന്നതല്ല. അതുപോലെയുള്ള നൂറുകണക്കിന് പ്രവർത്തനങ്ങൾ നമ്മുടെ ഓരോ ശരീരത്തിലുമുണ്ട്. അതിൻ്റെ ഒന്നും കൺട്രോൾ നമുക്കല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ നിസ്സഹായനാണെന്ന് മനസ്സിലായി. ഇനി ശരീരത്തിന് പുറത്തേക്ക് ഈ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങിയാലോ, അവിടെയും മനുഷ്യൻ്റെ ലോഴ്ഫ്, നിസ്സഹായത, കഴിവുകേട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സയൻറ്റിസ്റ്റും ഒരു ശാസ്ത്രജ്ഞനും പുതുതായി ഒന്നും കണ്ടുപിടിക്കുന്നില്ല. അതാണ് വാസ്തവം. എന്ന് വെച്ചാൽ എല്ലാ കണ്ടുപിടുത്തങ്ങളെയും നമ്മൾ അവഹേളിക്കുന്നു എന്നല്ല. അതിൻ്റെ മറുഭാഗത്ത് മതപരമായ ഒരു വായനയുണ്ട്. അള്ളാഹു അതിനെ വായിക്കുന്നുണ്ട്. അതുപോലെ നമ്മളും വായിച്ചാൽ മതി. അള്ളാഹു ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്ന കുറേ സംവിധാനങ്ങൾ സയൻറ്റിസ്റ്റ്, ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്ന ഒരാൾ വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മുമ്പായി ആ ഒരു ദൈവിക സംവിധാനം അയാൾ വായിച്ചു. അത്രമാത്രമാണ് ആ കണ്ടുപിടുത്തത്തിൻ്റെ പിന്നിലുള്ള ഒരു അത്ഭുതം. ന്യൂട്ടൺ വരുന്നതിന് മുമ്പും ആകർഷണ സിദ്ധാന്തം, ഗ്രാവിറ്റി ഇവിടെ പ്രപഞ്ചത്തിലുണ്ട്. അദ്ദേഹം ജീവിക്കുന്നതിന് മുമ്പും മരത്തിൽ നിന്ന് ആപ്പിൾ താഴത്തേക്ക് തന്നെയാണ് വീണത്. പക്ഷേ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ആ സിദ്ധാന്തത്തെ, നിയമത്തെ മറനീക്കി അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു എന്നേയുള്ളൂ. അവിടെയാണ് മനുഷ്യൻ്റെ കഴിവും കഴിവുകേടും വേർതിരിച്ചറിയാൻ അള്ളാഹു പറയുന്നത്. അന്നേരം എനിക്ക് കഴിവില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ പിന്നെ എന്താണ് കഴിവ്, എന്താണ് മുന്നോട്ട് പോകുവാനുള്ള ഊർജം എന്നത് അന്വേഷിക്കുക സ്വാഭാവികമാണ്. ആ ഊർജമാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. അഥവാ നമ്മുടെ പഠനവും നമ്മുടെ ഗവേഷണവും അന്വേഷണവുമൊക്കെ വഴിമുട്ടി നിൽക്കുന്നിടത്ത് നമുക്ക് വീണ്ടും മുന്നോട്ട് പോകുവാനുള്ള ഒരു പ്രേരണ നൽകേണ്ടത് അള്ളാഹുവാണ്, ഈമാനാണ്. അവിടെ ശാസ്ത്ര പുസ്തകങ്ങൾ ഉപകരിക്കുകയില്ല. അവിടെ വഴി കാണിക്കാൻ ഖുർആന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അതാകുന്നു ഗ്രന്ഥം. അൽ കിതാബ് എന്ന ക്വാളിറ്റി, വിശേഷണം ഖുർആന് മാത്രം ചേർന്നതാണ്. അതാകുന്നു എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു ഗ്രന്ഥം. ജീവിക്കുന്ന ഗ്രന്ഥമാണ്. കാലം അതിനെ തുടച്ചു മാറ്റിയിട്ടില്ല. ഒന്നും ഒരു സംശയമായിട്ടില്ല. അത് സൂക്ഷിച്ച് ഭക്തിയോടുകൂടെ ജീവിക്കുന്ന ആളുകൾക്ക് വഴി കാണിച്ചു കൊടുക്കും. ആ ഒരു ആയത്ത്, ഒരു വരി ആയത്ത് ആണ് ഖുർആന്റെ 114 അധ്യായങ്ങളുടെയും സംഗ്രഹം. എല്ലാ അധ്യായങ്ങളുടെയും ആയത്തുകളുടെയും വളരെ ചുരുങ്ങിയ ആശയമാണ് ഒറ്റ വരിയിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഖുർആന്റെ അതിമഹത്തായ വിസ്മയവും. അങ്ങനെ പറയാൻ ശാസ്ത്രജ്ഞനോ പണ്ഡിതന്മാർക്കോ സാധിക്കുകയില്ല. ഇത് ഖുർആൻ പറഞ്ഞത് ഇത്ര മാത്രമേ മനുഷ്യരായ നമ്മുടെയൊക്കെ കഴിവുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കണ്ട എന്നാണ്. പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റൈൻ, അദ്ദേഹം വിശ്വാസിയൊന്നുമല്ല. പക്ഷെ അദ്ദേഹം വിശ്വാസത്തിലൂടെ ഒരു ശാസ്ത്രജ്ഞന് എത്തിച്ചേരേണ്ട മണ്ഡലം എന്തായിരിക്കുമെന്ന് എഴുതി വെച്ചു. അദ്ദേഹത്തിൻ്റെ നീണ്ട പഠനങ്ങൾക്ക് ശേഷം അദ്ദേഹം അവസാനമായി രേഖപ്പെടുത്തിയ നിഗമനം ഒന്ന് മാത്രമാണ്. അത് മറ്റൊന്നുമല്ല, സയൻസ്, ശാസ്ത്രബോധമില്ലാത്ത മതം മുടന്തുള്ളതായിരിക്കും.
മതബോധമില്ലാത്ത ശാസ്ത്രം അന്ധതയുമായിരിക്കും. അതാണ് ഇന്ന് നാം ലോകത്ത് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അംഗീകരിച്ചാൽ ശാസ്ത്രം, അറിവ് എവിടം വരെ പോകും, മതത്തിൻ്റെ വ്യാപകമായ തലങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് ഒരു ശരാശരി ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം. വഫീ അംഫുസിക്കും അഫലാ തുബ്സിറൂൻ വഫിസ് സമാഇ റിസ്ഖുക്കും വമാ തുഅദൂൻ എന്നിങ്ങനെ ഖുർആൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തം ശരീരം, ശരീരത്തിന് പുറത്ത് ആകാശം, ഭൂമി, അവിടെയെല്ലാമുള്ള പാഠങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് ബുദ്ധിയുടെ അപ്പുറത്തേക്ക് നമ്മളുടെ മനസ്സിൻ്റെ, ഈമാനിൻ്റെ അകക്കണ്ണുകൊണ്ട് പുതിയ പുതിയ ഈമാനികമായ കാര്യങ്ങൾ കണ്ടു പഠിക്കണം എന്നുകൂടിയാണ് അത് അറിയിക്കുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എപ്പോഴും പറയാറുണ്ട്, ലാ തഫക്കറൂ ഫീ ഖൽഖില്ല, അള്ളാഹുവിൻ്റെ ലാ തഫക്കറൂ ഫില്ല, അള്ളാഹുവിനെ പറ്റി നിങ്ങൾ ചിന്തിക്കരുത്. അള്ളാഹു ആരാണ്, എവിടെയാണ്, എന്താണ് എന്നിങ്ങനെ നിങ്ങൾ ചിന്ത കാട് കയറി പോവാൻ പാടില്ല. വതഫക്കറൂ ഫീ ഖൽഖിഹി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെപ്പറ്റി ചിന്തിച്ചാൽ മതി. നാം പറഞ്ഞ ശരീരവും അതിലെ പ്രവർത്തനങ്ങളും പ്രപഞ്ചവും ആകാശവും സൂര്യനുമായിട്ട് പരശതം സൃഷ്ടികളെ പറ്റി അല്പം ചിന്തിച്ചാൽ തന്നെ അത് അള്ളാഹുവിലേക്ക് നമ്മളെ വഴി കാണിക്കും എന്നാണ് പറഞ്ഞത്. ഇതാണ് ഒന്നാമത്തെ ഭാഗം. അഹങ്കരിക്കാനായിട്ട് മനുഷ്യന് ഒന്നുമില്ല. രണ്ടാമത്തേത് ഖുർആൻ പറയുന്നത് അഹങ്കാരം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളാണ്. ഈ പറഞ്ഞ വേണ്ടാത്ത അഹങ്കാരവും ധിക്കാര ബുദ്ധിയും വഴിതെറ്റിയ ചിന്തകളും പഠനങ്ങളുമൊക്കെ എങ്ങോട്ടാണ് മനുഷ്യനെ കൊണ്ടുപോകുന്നത്? അതിൻ്റെ ഉത്തരം എളുപ്പമാണ്. എപ്പോഴും അർത്ഥശൂന്യമായ നെഗറ്റീവായ ചിന്തകൾ മാത്രമേ മനസ്സിലുണ്ടാവുകയുള്ളൂ. അത്തരക്കാർക്ക് സംശയങ്ങൾ തീരുകയില്ല. അവരെ പറ്റി പറയുന്നത് വഹും ഫീ റൈബിഹിം യതറദ്ദദൂൻ എന്നാണ്. സംശയങ്ങൾ തീരാത്ത ഒരാളുടെ മനസ്സിൻ്റെ പ്രകൃതം എങ്ങനെയായിരിക്കും? സംശയിച്ചു കൊണ്ടേയിരിക്കും, ഒന്നിലും ഒരു ഉറപ്പുണ്ടാവുകയില്ല. അപ്പോൾ ഖുർആൻ പറഞ്ഞിരിക്കുന്ന ഒരു അനുകൂല ചിന്തയിലൂടെ ഈമാനിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ നമ്മളെ മനസ്സിനെ വേട്ടയാടുന്നത് സംശയങ്ങൾ, ആശങ്കകൾ, വേണ്ടാത്ത എല്ലാ ചിന്തകളും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അത് ഖുർആൻ മനോഹരമായി പറയുന്നുണ്ട്. യഅരിഫൂന നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹ വ അക്സറുഹുമുൽ കാഫിറൂൻ. ജനങ്ങളിലുള്ള രണ്ട് വികാരങ്ങൾ, നിഅമത്തുകളൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. മഴ, ചൂട്, വെയിൽ, ഭക്ഷണം, ഇവയെല്ലാം മനുഷ്യൻ അതിൻ്റെ വിലയും നിലയും അറിയാം. അനുഗ്രഹങ്ങളെ മനസ്സിലാക്കിയാൽ എന്തു വേണം? നന്ദി കാണിക്കണം. ആരോട്? അനുഗ്രഹങ്ങളോടല്ല, അത് നൽകിയിരിക്കുന്ന പടച്ചവനോട്. അതാണ് അതിൻ്റെ ഒരു ലളിതമായ രീതി. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? സുമ്മ യുൻകിറൂനഹ, ഈ ആളുകൾ എല്ലാം മനസ്സിലാക്കിയ ശേഷം തള്ളിക്കളയുന്നു. നുക്റാൻ, ഒന്ന് യഅരിഫൂന, ഇർഫാനാണ്, മനസ്സിലാക്കുക, ബോധ്യപ്പെടുക, അതുണ്ടായിട്ടുണ്ട്. വേറെയൊന്ന് നുക്റാൻ, തള്ളിക്കളയുക, തിരസ്കരിക്കുക, അതും മനസ്സിലുണ്ട്. അപ്പോൾ എന്താ വിജയിക്കുക? ഒരു വിഷയത്തിൽ തിരസ്കാര നിഷേധ ഭാവവും കുറച്ചൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുമുണ്ടെങ്കിൽ അവിടെ മികച്ചു നിൽക്കുന്നത് നിഷേധം തന്നെയായിരിക്കും. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ മാത്തമാറ്റിക്സിൽ ഒരു നിയമം പഠിച്ചിട്ടുണ്ട്, നമ്മളും പഠിച്ചിട്ടുണ്ട്. പ്ലസും മൈനസും ഗുണിച്ചാൽ എന്തുണ്ടാകും? പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം മൈനസ് തന്നെയായിരിക്കും. അപ്പോൾ കുറേ നല്ല കാര്യങ്ങളും കുറേ വേണ്ടാത്ത കാര്യങ്ങളും മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും?
മൈനസ് ആയിരിക്കും. വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് മനസ്സങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ രണ്ട് ഘടകങ്ങളെയാണ് ഈ ആയത്തിൽ പറയുന്നത്. യഅരിഫൂന നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹ. ഇർഫാനും നുക്റാനും, അംഗീകാരവും നിഷേധവും, ഇത് രണ്ടുമുള്ള കാലത്തോളം മനുഷ്യൻ്റെ മനസ്സ് ശരിയാവുകയില്ല. എപ്പോഴും പോസിറ്റീവായിട്ട് അനുകൂലമായ രൂപത്തിൽ ഈമാനികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുവാനും ചിന്തിക്കുവാനുമാണ് നമ്മൾ, പ്രത്യേകിച്ച് നമ്മുടെ വളർന്നു വരുന്ന മക്കൾ, യുവതലമുറ, അവർക്ക് നാം പ്രചോദനം നൽകേണ്ടത്. എത്ര പഠിച്ചു എന്നതല്ല, പഠിച്ചതുകൊണ്ട് തൻ്റെ മനസ്സിനും ചിന്തക്കും എന്ത് നേട്ടമുണ്ടായി എന്നതാണ് പ്രധാനം. എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നത് മൈനസ്, നിഷേധം മാത്രമാണെങ്കിൽ അതുകൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്നത്. അതുകൊണ്ട് അഹങ്കാരഭാവത്തെയും നിഷേധഭാവത്തെയും ഒരിക്കലും മനസ്സിലേക്ക് അടുപ്പിക്കാതെ നല്ല തർബിയത്തോടുകൂടെ ഈമാനിൻ്റെയും സൂക്ഷ്മതയുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള വഴിയാണ് അള്ളാഹു ഖുർആനിലൂടെ നമുക്ക് നൽകുന്നത്. അത് അംഗീകരിക്കുവാനും കണ്ടെത്തുവാനും മനസ്സിലാക്കുവാനും, എല്ലാം മനസ്സിലാക്കിയില്ലെങ്കിലും നാം ഈ പറഞ്ഞ മനസ്സിനെ നിഷേധത്തിലേക്ക് പറഞ്ഞേക്കാതെ അംഗീകാരത്തിൻ്റെ പക്ഷത്ത് നിർത്തുവാൻ നമ്മൾ ശ്രമിച്ചാൽ മതി. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. അള്ളാഹു നമ്മയെല്ലാം അവൻ്റെ ഹിദായത്തിൻ്റെ, ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും ബർക്കത്ത് നൽകി ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മനുഷ്യൻ്റെ മനസ്സിൽ ഈ പറഞ്ഞ നിഷേധ ചിന്ത എങ്ങനെയാണ് വരുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി കൽ ഹസീരി ഉഊദൻ ഉഊദൻ. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ പലതരം പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. എങ്ങനെയാണത്? കൽ ഹസീർ, ഒരു പായ പോലെ. പായ നെയ്തുണ്ടാക്കുന്നത് ഓല കൊണ്ടാണ്. ഒരു ഓല വെച്ച് അടുത്ത ഓല വെക്കുന്നു. അങ്ങനെ ഓല അങ്ങോട്ടും ഇങ്ങോട്ടും മെടഞ്ഞ് നെയ്തിട്ടാണ് ഒരു പായ രൂപപ്പെടുന്നത്. അതുപോലെ മനുഷ്യൻ്റെ മനസ്സിൽ സംശയങ്ങളും അനാവശ്യമായ ചിന്തകളും നെയ്തെടുത്ത് കൂടുകെട്ടി മനസ്സിനെ ബന്ധനത്തിലാക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഏത് പഠനങ്ങളും എല്ലാ ചിന്തകളും വിശ്വാസങ്ങളും എങ്ങനെയാണ് മനസ്സിനെ കേടുവരുത്തുക അല്ലെങ്കിൽ നന്നാക്കുക എന്നതിലേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സൂചിപ്പിക്കുന്നത്. അപ്പം തെറ്റായ ചിന്തകൾ മാത്രമാണെങ്കിൽ, തെറ്റായ നോട്ടങ്ങളും സംസാരങ്ങൾ കേൾക്കലുമാണെങ്കിൽ, മോശമായ എന്തെല്ലാം ശീലങ്ങളുണ്ടോ അത് ജീവിതത്തിലുണ്ടെങ്കിൽ, ദുഷിച്ച എന്തെല്ലാം സ്വഭാവങ്ങളുണ്ടോ അത് ജീവിതത്തിലുണ്ടെങ്കിൽ, അതെല്ലാം ഓരോ ഓല വെച്ച് വെച്ച് നെയ്തെടുത്ത് ഉണ്ടാക്കുന്നത് പോലെ മനസ്സിൻ്റെ വൃത്തിയും പവിത്രതയും ഇല്ലാതാക്കും. അതോടുകൂടെ മനസ്സ് വേറെ എന്തോ ഒരു സൃഷ്ടിയായിട്ട് രൂപപ്പെടും എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചീത്തയായ പ്രവർത്തനങ്ങളുടെ ഫലമായി അവൻ്റെ മനസ്സ് മൂടപ്പെട്ടിരിക്കുന്നു. തുറന്നു വച്ചിരിക്കുന്ന ഒരു പാത്രം എല്ലാ ഭാഗത്തു നിന്നും അടച്ചു മൂടിയാൽ
അതിലേക്ക് പുറത്തുനിന്ന് ഒന്നും പ്രവേശിക്കുകയില്ല എന്ന പോലെ മൂടി വച്ചിരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഈമാനോ ഇസ്ലാമോ ഇഖ്ലാസോ തഖ്വയോ ഒന്നും പ്രവേശിക്കുകയില്ല. ആ രൂപത്തിൽ മനസ്സിനെ മൂടി വെക്കാതെ എപ്പോഴും തുറന്നിട്ടിരിക്കുക എന്നതാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. എല്ലാ നന്മകളെയും സ്വീകരിക്കാൻ വേണ്ടി തുറന്നിടുക, തഖ്വയെ സ്വീകരിക്കാൻ വേണ്ടി മനസ്സ് തുറന്നു വെക്കുക. ഈമാൻ എവിടെയെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാ അടയാളങ്ങളെയും സ്വീകരിക്കാൻ വേണ്ടി മനസ്സ് തുറന്നു വെക്കുക. അങ്ങനെയാകുമ്പോൾ നല്ലത് മാത്രമേ വരികയുള്ളൂ, ചീത്ത ഒന്നും കൂടുകെട്ടുകയില്ല. അങ്ങനെയാകുമ്പോൾ ആ മനസ്സിൽ പോസിറ്റീവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ധാരാളം പോസിറ്റീവ് കൂടിയാൽ കിട്ടുന്ന ഉത്തരം പോസിറ്റീവ് തന്നെയായിരിക്കും. നിഷേധം ഉണ്ടാവാൻ പാടില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ വഴിതെറ്റിപ്പോവാതെ നല്ല ചിന്തകൾ, നല്ല പ്രവർത്തനങ്ങൾ, നല്ല പുണ്യകരമായ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രൂപത്തിൽ ആക്കിയെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. സുഗന്ധം പരത്താത്ത പൂന്തോട്ടവും നന്മയില്ലാത്ത മനുഷ്യനും ഒരുപോലെയാണ് എന്നാണ് പറയാറുള്ളത്. രണ്ടുപേരും കാഴ്ചക്ക് മാത്രമേ പറ്റുകയുള്ളൂ, ഒരു നേട്ടവും അവരെ കൊണ്ട് ഉണ്ടാവുകയില്ല. ഖുർആൻ നമ്മുടെ മനസ്സിനെ മറ്റുള്ളവരിലേക്ക് സുഗന്ധം പരത്തുന്ന രൂപത്തിൽ ഈമാൻ നൽകിയിരിക്കുകയാണ്. അതിന് എന്തെന്നില്ലാത്ത പ്രകാശമുണ്ടായിരിക്കും, എന്തെന്നില്ലാത്ത പരിമളവും ഉണ്ടായിരിക്കും. അത് നമ്മളായിട്ട് ഊതിക്കെടുത്താതെ മറച്ചു പിടിക്കാതെ ഈമാൻ നിറച്ചുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുക എന്നതാണ് ഇസ്ലാം ദീൻ നമ്മളോട് പഠിപ്പിക്കുന്നത്. അതിനനുസരിച്ച് നമ്മളെ തന്നെ പാകപ്പെടുത്തുക, അബദ്ധങ്ങൾ വരുമ്പോഴെല്ലാം ജാഗ്രതയോടുകൂടെ ചിന്തിക്കുകയും അത് നമ്മൾ സ്വയം തിരുത്തുകയും ചെയ്യുക. നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ ആ രൂപത്തിലുള്ള തെർബിയത്തിൽ മുതിർന്ന ആളുകൾ എന്ന നിലക്ക് തെർബിയത്ത് അവർക്ക് നൽകിക്കൊണ്ട് അവരെയും ഈമാനിൻ്റെ വിഷയത്തിൽ നമ്മളോടൊപ്പം കൂട്ടി ജീവിക്കുക. അല്ലാഹുവേ, നീ ഞങ്ങളെയൊക്കെ അത്തരത്തിലുള്ള നല്ലവരായി നിലകൊള്ളുവാനും നിന്റെ റഹ്മത്ത് ലഭിക്കുന്ന കാര്യങ്ങളിൽ മുഴുകുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ഇന്നത്തെ നമ്മൾ അഴിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്കുമൊക്കെ മഗ്ഫിറത്ത് നൽകി റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ആഴ്ച മരണപ്പെട്ടു പോയ കുറേ സുഹൃത്തുക്കളുണ്ട്. AP അബ്ദുൽ നാസർ, അതുപോലെ തന്നെ മുസ്തഫ, മറ്റൊരു സുഹൃത്തിൻ്റെ ഉമ്മ. എല്ലാവർക്കും അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അപ്രകാരം തന്നെ അസുഖമായി കിടക്കുന്ന, ശാരീരികമായ മാനസികമായ ബുദ്ധിമുട്ടുകളിൽ കഴിയുന്ന ധാരാളം പേരുണ്ട്. അവർക്കും നമ്മളുടെ പ്രാർത്ഥന ആവശ്യമാണ്. അല്ലാഹു അവർക്കെല്ലാം ആശ്വാസം നൽകി നല്ല റാഹത്തോടുകൂടെ ആഫിയത്തോടുകൂടെ ജീവിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.